വെൽക്കം ബാക്ക് ടു ടെക് ട്രീറ്റ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോക്ടെയിലാണ്. ക്യാരറ്റും പപ്പായയും ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഫലൂദ ഒക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ക്യാരറ്റ് ആണ്. ഞാനിവിടെ മീഡിയം സൈസുള്ള 2 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു പ്രഷർ കുക്കറിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് 2 വിസിലാവുന്നിടം വരെ ഒന്ന് വേവിക്കാം. ഒരുപാട് ഇത് വെന്ത് പോവരുത്, 2 വിസിലടിച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലല്ലാതെ തന്നെ സാധാ പാത്രത്തിലിട്ടൊന്ന് വേവിച്ചെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നല്ല പഴുത്ത പപ്പായയാണ്. ഞാനിവിടെ ഒരു പപ്പായയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ പപ്പായയുടെ പകുതി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ക്യാരറ്റ് നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ക്യാരറ്റ് ഇത്രയൊന്നും വെന്താൽ മതി, ഒരുപാട് അങ്ങ് വെന്തു പോരുത്. ഒരുപാട് വെന്തു പോയാൽ നമ്മുടെ കോക്ടെയിലിന് നല്ലൊരു ടേസ്റ്റ് കിട്ടൂല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പപ്പായയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു വലിയ സ്പൂണ് 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നല്ല കട്ട പാലാണ്. ഞാനിവിടെ 1/2 ലിറ്റർ പാല് നന്നായിട്ട് കട്ടയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചിടണ്ട, ഇപ്പം കുറച്ചിട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ബാക്കിയും കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കട്ടപ്പാലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എപ്പോഴും കോക്ടെയിൽ തയ്യാറാക്കുമ്പോൾ കട്ടപ്പാൽ തന്നെ ഉപയോഗിക്കണം, എന്നാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വാനില ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഐസ്ക്രീമിന് പകരം വിപ്പിംഗ് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഐസ്ക്രീം ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 2 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിത് ഇട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമുക്ക് ജ്യൂസ് കിട്ടുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മളിത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് നമുക്ക് വേണ്ടത് കോൺഫ്ലെക്സ് ആണ്. ഞാനിവിടെ കുറച്ച് കോൺഫ്ലെക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്തേലും ഇട്ട് കൊടുക്കുന്നോ അത്രയും നമ്മുടെ കോക്ടെയിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ കോക്ടെയിൽ കുടിക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഈന്തപ്പഴമാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ എല്ലാ അളവും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് കറുത്ത മുന്തിരിയാണ്. കറുത്ത മുന്തിരി നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കടിക്കാനും നല്ലൊരു രസമാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ജ്യൂസും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പലപ്പോഴും ക്യാരറ്റ് മാത്രമായിട്ടും പപ്പായ മാത്രമൊക്കെ ആയിട്ടായിരിക്കും ജ്യൂസ് അടിക്കാറുള്ളത്. പക്ഷെ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ കോക്ടെയിൽ. നല്ല ടേസ്റ്റിയാണ് ഈ കോക്ടെയിൽ. നമുക്കിത് ഗ്ലാസ്സിലേക്കൊക്കെ സെർവ് ചെയ്യുമ്പം അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചും കൂടി കോൺഫ്ലെക്സും നമ്മൾ നേരത്തെ ഇട്ട കുറച്ച് ഈത്തപ്പഴവും നട്ട്സും മുന്തിരിയൊക്കെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫലൂദ ഒക്കെ കുടിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വിരുന്നുകാരൊക്കെ വരുമ്പം അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.